ഹലോ ഹായ് വെൽക്കം ടു സൈ ഹാവ് വിത്ത് അനദർ ഓപ്പർച്യൂണിറ്റി നൽകുന്നത് IIT മദ്രാസ് സമ്മർ ഫെലോഷിപ്പ് പ്രോഗ്രാം 2025. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ IIT മദ്രാസ് നൽകുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. സോ വിത്ത് സ്റ്റൈപ്പൻഡ് 15,000 വരെ നൽകുന്ന ഒരു സ്റ്റൈപ്പൻഡോട് കൂടെയുള്ള ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാമാണ്. പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് അവർ നൽകുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ വെറൈറ്റി ഓഫ് MBA, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൽ നൽകുന്നുണ്ട് കേട്ടോ. സോ ഞാൻ അതിനായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഡീറ്റെയിൽ വേണ്ടവർക്ക് അവിടുന്ന് എടുത്താൽ മതി. സോ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സോ മെയിനായിട്ട് ഈ ഒരു പ്രോഗ്രാം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി അക്കാഡമിക് റിസർച്ചിന് എമംഗ് എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ്, സയൻസ്, ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിന് എസ്പെഷ്യലി ഫോർ എല്ലാ സ്റ്റുഡൻസും ഉണ്ട് കേട്ടോ. സോ വൈഡ് വെറൈറ്റി ഓഫ് ഫീൽഡിലുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സമ്മർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. സോ അതിൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നോൺ IIT സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ വേറൊരു IIT പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. സോ നോർമലായിട്ടുള്ള കോളേജും യൂണിവേഴ്സിറ്റീസും ഉള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ അവർ ഡിമാൻഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക്കലി നല്ലൊരു എക്സലൻസ് കാണിക്കുന്ന ഒരു ഔട്ട്സ്റ്റാൻഡിങ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കണമെന്ന് എസ്പെഷ്യലി പറയുന്നുണ്ട്. സോ ബിക്കോസ് ഇറ്റ് ഈസ് IIT വി നോ. സോ കാൻഡിഡേറ്റ് പെർസ്യൂയിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതും തേർഡ് ഇയർ ആയിട്ടുള്ള UG സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് BE അല്ലെങ്കിൽ BTech, BSc എഞ്ചിനീയറിംഗ് പോലുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തേർഡ് ഇയർ ഓർ ഫോർത്ത് ഇയർ ഓഫ് ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഡുവൽ ഡിഗ്രി ഇൻ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ME, MTech, MSc സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന MSc, MA, MBA സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. എടുത്തു പറയുന്നുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കണം എന്നും പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു നല്ലൊരു ശതമാനം മാർക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന് അപ്ലൈ ചെയ്യാം. ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ് കിട്ടിക്കഴിഞ്ഞാൽ. സോ ദെൻ ഇവർ പറയുന്നുണ്ട് achievements including paper presentation at seminars, project executed, design contest, then participated or score or rank in mathematics Olympiad and any other award or distinction obtained. അതും നിങ്ങൾക്ക് നിങ്ങളുടെ CV-യിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഇത്രയും ഒരു ക്വാളിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. CV-യിലൊക്കെ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ അതുപോലെ പീരീഡ് ഓഫ് സമ്മർ ഇൻറ്റേൺഷിപ്പ് എത്ര മന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ May to July വരെയാണ്. May 19th to 18th July, May, June, July അങ്ങനെയുള്ള ആ ഒരു മന്താണ്. മിഡ് ഓഫ് ദ May തുടങ്ങും, ജൂലൈ മിഡിൽ തീരുന്നതുമായിരിക്കും. സോ അവർ ഇപ്പോൾ ഡിക്ലെയർ ചെയ്ത ഡേറ്റാണിത്. അതുപോലെ തന്നെ സ്റ്റൈപ്പൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 15,000 rupees പെർ മന്താണ് നൽകുന്നത്. ഒരു മാസത്തിനാണ് പറയുന്നത്. ഇത് ഏതാണ്ട് 2 മാസത്തോടുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം പോലെയാണ്, സമ്മർ ഫെലോഷിപ്പ് പ്രോഗ്രാമാണ്. സോ ഈ 2025 തന്നെ ലഭിക്കാവുന്നതിൽ മികച്ചൊരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം കൂടെയാണ്. അതും സൗത്ത് ഇന്ത്യയിൽ തന്നെ നൽകുന്ന ഒരു നല്ലൊരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം കൂടെയാണ് IIT മദ്രാസ്. ഓക്കെ, അതുപോലെ തന്നെ ഹോസ്റ്റൽ അക്കോമഡേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹോസ്റ്റൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ബേസിസിലായിരിക്കും അവർ തരുന്നത്. അതുപോലെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടും ആയിരിക്കും പറയുന്നത്. ദെൻ ഹോസ്റ്റലും മെസ്സും ഫെസിലിറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ പാർട്ടിസിപ്പേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ്, മാനേജ്മെൻറ്റ്, എഞ്ചിനീയറിംഗ് ഉണ്ട്. സോ എഞ്ചിനീയറിംഗിൽ നോക്കുകയാണെങ്കിൽ എയറോസ്പേസ് ഉണ്ട്, അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഡേറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എഞ്ചിനീയറിംഗ് ഡിസൈൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, then mechanical engineering, medical science and technology, metallurgical and material engineering, ocean engineering. ഇതൊക്കെയാണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ് നൽകുന്ന ഓപ്പർച്യൂണിറ്റി. സോ നിങ്ങൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി നോക്കുക, ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് ലിസ്റ്റിലും ഏതൊക്കെ പ്രോജക്റ്റ് പോകുന്നുണ്ടെന്നൊക്കെ ഒന്ന് നോക്കി വെച്ചോളാം IIT മദ്രാസിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട്. ദെൻ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലും ഉണ്ട്. അതുപോലെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നില്ല, ബട്ട് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കാവുന്നതാണ്. ബട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഉള്ള സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്, അതായത് ഹാർഡ് കോപ്പി നിങ്ങൾ പ്രിൻറ്റ് ചെയ്തിട്ടോ അല്ലാതെ നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഒന്നും IIT മദ്രാസിലേക്ക് അയക്കേണ്ട കാര്യം ഇല്ല. ഇതിൽ രജിസ്റ്റർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫോം വരുന്ന രജിസ്റ്ററും കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി എന്നാണ് അവർ പറയുന്നത്. അതുപോലെ സബ്മിറ്റ് ചെയ്യുമ്പോൾ പോർട്ടലിൽ യൂസർ നെയിം പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് 1 ടൈം രജിസ്ട്രേഷൻ മാത്രം ചെയ്യുക. പല പ്രാവശ്യമായിട്ടും പല IDയും കാര്യങ്ങളായിട്ട് സെയിം ഡീറ്റെയിലിൽ ചെയ്ത് കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്ത് പോകും. സോ അത് ശ്രദ്ധിക്കുക. സോ ഡേറ്റാസും അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ദെൻ ലെറ്റർ ഫോർ യുവർ യൂണിവേഴ്സിറ്റി ഓർ കോളേജ്. അതുപോലെ നിങ്ങൾ പെർസ്യൂയിങ് സ്റ്റുഡൻസിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്, ഇന്ന കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റാണെന്നുള്ള ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ മേടിച്ച് പോകേണ്ടതാണെന്ന് പറയുന്നുണ്ട്. ദെൻ
പോർട്ടൽ വിൽ ബി ആക്ടിവേറ്റഡ് ഓൺ 3rd February മുതൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 28th February 2025 5 മണി വരെയാണ് ആപ്ലിക്കേഷൻ നൽകുന്നത്. സോ ഇവിടെ നല്ലൊരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് IIT മദ്രാസ് നൽകുന്നത്. സോ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എസ്പെഷ്യലി ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.